പാരീസിന്റെ തെരുവുകളിൽ അനാഥനായും രോഗിയായും വിശക്കുന്നവനായും അടിമയായും ഞാൻ ക്രിസ്തുവിനെ കണ്ടു. അവന് വാരിപ്പുണർന്ന ദൈവസ്നേഹത്തിന്റെ മേൽക്കൂരയ്ക്ക് കീഴെ ഞാൻ പരിപാലിച്ചു. പാവങ്ങളിൽ ക്രിസ്തുവിനെ കാണുക. എന്റെ ആദർശങ്ങളും വഴികളും പിന്തുടർന്ന് നിങ്ങളുടെ ജീവിതം ഒരു കല്ലേറെ ദൂരം മാറിയിരുന്നു നോക്കുമ്പോൾ എനിക്ക് അതിയായ വേദന ഉണ്ട്. ഒരു അപ്പന്റെ നൊമ്പരമാണ് ഈ കുറിപ്പിൽ. പൂർണ്ണമായും ദൈവഹിതത്തിന് അടിയറവയ്ക്കുന്ന അനുസരണവും ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കുന്ന വിഭജിക്കപ്പെടാത്ത ബ്രഹ്മചര്യ ഹൃദയ വിശുദ്ധിയും താനും ഒരു അഗതയാണ് എന്ന ബോധം ഉണർത്തുന്ന ദാരിദ്ര്യവും ഇന്ന് നിന്നിൽ ഉണ്ടോ? കാലഘട്ടത്തിന്റെ വൈബ് അനുസരിച്ച് വൈറലാകുവാൻ ആഗ്രഹിക്കുന്നവൻ ആണോ നീ? മൈക്ക് കെട്ടി നാടുനീളെ പ്രസംഗിക്കുന്നതല്ല സഹോദര സുവിശേഷ പ്രഘോഷണം. നിന്റെ ജീവിതം സുവിശേഷം ആകണം. നീ ആയിരിക്കുന്ന സമൂഹത്തിൽ നിന്റെ സഹോദരങ്ങൾക്ക് മുൻപിൽ നീ ജീവിക്കുന്ന സുവിശേഷം ആണോ? അതോ വെറും വേഷം കെട്ടലുകൾ ആണോ നിന്റേത്? സ്വാർത്ഥതയുടെയും ഞാനാണെന്ന ഭാവത്തിന്റെയും അടിമ ആണോ നീ? എപ്പോഴും ക്രിസ്തുവിനോടും കൂടെയുള്ളവരോടും നല്ല സൗഹൃദം ഉണ്ടായിരിക്കണം നിനക്ക്. ക്രിസ്തുവിൽ ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ആയിരിക്കണം നമ്മുടെ ജീവിതം. ഉള്ളിലുള്ള ക്രിസ്തു സ്നേഹത്തെ കത്തിക്കാൻ സഹായിക്കുന്ന നല്ല സൗഹൃദങ്ങൾ നമുക്ക് ഉണ്ടാവണം. പ്രശസ്തമായ വിദ്യാലയമോ കെട്ടിടങ്ങളോ അലങ്കരിക്കുന്ന പദവികളോ അല്ല നിന്നെ നീ ആക്കുന്നത്. മറിച്ച് നീ ആയിരിക്കുന്ന ഇടങ്ങളിൽ കണ്ടുമുട്ടിയവരിൽ നീ ക്രിസ്തുവിനെ കണ്ടോ എന്നതാണ്. ഇന്ന് നീ ഇരിക്കുന്ന കസേര നാളെ മറ്റൊരുവന് ഉള്ളതാണ് എന്ന് നീ മറക്കരുത്. സഹോദര, ഞാൻ ജീവിച്ച പഞ്ചതന്ത്ര പുണ്യങ്ങൾ ജീവിക്കുവാൻ മറക്കരുത്. നിന്റെ ഓരോ വാക്കിലും പ്രവൃത്തിയിലും ലാളിത്യം, വിനയം, സൗമ്യത, നിസ്വാർത്ഥത, തീക്ഷ്ണത എന്ന 5 കാര്യങ്ങൾ ഉണ്ടോ എന്ന് ആത്മശോധന ചെയ്യണം. മക്കളെ, വിശുദ്ധരാവുക എന്നതൊഴികെ നമുക്ക് മറ്റൊന്നും ഉണ്ടാവരുത്. അവസാന ശ്വാസം വരെയും ക്രിസ്തുവിനെ സ്നേഹിക്കണം. ലോകത്തിന്റെ തിരക്കുകളെ ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ തിരഞ്ഞ് ചേരുകളിലേക്ക് ഇറങ്ങാം. ഇതൊന്നും സഹാരങ്ങളല്ല, മറിച്ച് ഒരപ്പന്റെ നൊമ്പരമാണ്. എല്ലാം ഉപേക്ഷിച്ച് നിങ്ങൾ ക്രിസ്തുവിനായി ഇറങ്ങിത്തിരിച്ചിട്ട് ഒരു വിശുദ്ധനായില്ലെങ്കിൽ ആ കഷ്ടം. ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം വിൻസെന്റ്.